ഇന്ന് നമുക്ക് നല്ലൊരു പോളേൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നല്ല രീതിക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല കളറെല്ലാം മാറി നല്ല ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് നല്ല രീതിക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഉപ്പും മുളകും മഞ്ഞളും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ചധികം ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. മല്ലിയിലയാണ് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സിയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ വലിയൊരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ്ങിൻ്റെ ഒരു പകുതി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. സൈഡിലോട്ടേക്ക് ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കണ്ട. നടുഭാഗം കുറച്ച് സൈഡിൽ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി നല്ല കംപ്ലീറ്റ് എല്ലായിടത്തേക്കും ഒരുപോലെ ആക്കി കൊടുക്കാം. ഫില്ലിങ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ ബാറ്ററിൽ നിന്നും കുറച്ചുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മസാല കവറായി വരുന്ന രീതിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി തുറന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ബാറ്റർ കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താക്കാം, വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് നല്ല രീതിക്ക് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നല്ല രീതിക്ക് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു മേൽഭാഗം കൂടി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഇതേപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ഈ ഒരു പോള ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിങ്ങനെ വേറൊരു പ്ലേറ്റിലേക്ക് അതെടുത്ത് മാറ്റിയിരിക്കുന്നുണ്ട്. ഒന്നും കരിഞ്ഞ് ഒന്നും ആയിട്ടില്ല. നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.